നമസ്കാരം. ടാലി പ്രൈമിൻ്റെ പുതിയൊരു സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ്സ് സ്പെസിഫൈ പാത്ത് അല്ലെങ്കിൽ സെലക്ട് കമ്പനിയിൽ എങ്ങനെ നമുക്ക് പാത്ത് ഇട്ട് കൊടുത്ത് കമ്പനി സെലക്ഷനിലോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ കമ്പനി സെലക്ട് ചെയ്യാനുള്ള ആ ലൊക്കേഷൻസ്, കമ്പനി അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് എങ്ങനെ നമുക്ക് ടാലി പ്രൈമിൽ മാപ്പ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിനിപ്പോൾ ബേസിക്കലി രണ്ട് മെത്തേഡ്സാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ നമ്മൾ പെർമനൻ്റ് ഉദ്ദേശിച്ചത് നമ്മൾ അതിനുള്ളിൽ ഒരു ഡീഫോൾട്ടായിട്ട് ഒരു ഡാറ്റ പാത്ത് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ടാലി എപ്പോൾ ഒരു ഇൻസ്റ്റൻസ് ക്ലോസ് ആയി ഓപ്പൺ ആയാലും ആ ഡീഫോൾട്ട് പാത്ത് തന്നെ ആയിരിക്കും വന്ന് നിൽക്കുന്നത്. അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു കമ്പനി സെലക്ട് ചെയ്ത് അടുത്തൊരു കമ്പനി സെലക്ഷനിലോട്ട് പോകുമ്പോഴും ആ ഡീഫോൾട്ട് പാത്ത് തന്നെയാണ് അവിടെ വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫൈ പാത്ത് എന്നുള്ള ഒരു മെത്തേഡ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്പെസിഫൈ പാത്ത് ഞാനിപ്പോൾ എൻ്റർ അടിച്ചതിന് ശേഷം എനിക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ എൻ്റെ ഒരു ഡാറ്റ അവൈലബിൾ ആണ്. ആ ലൊക്കേഷൻ വരെയുള്ള എൻ്റെ അഡ്രസ്സ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് Ctrl+V യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ Alt+Ctrl+V യൂസ് ചെയ്യാം. അപ്പോൾ സി പ്രോഗ്രാം ഫയൽസ് ടാലി പ്രൈം അതിനുള്ളിൽ ഡാറ്റ എന്നുള്ള ഒരു ഫോൾഡറിനുള്ളിലാണ് ഞാൻ എൻ്റെ ഡാറ്റാസ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ലൊക്കേഷൻ ഞാനിപ്പോൾ എൻ്റർ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനി എനിക്ക് സെലക്ഷന് വേണ്ടി കാണിക്കുന്നുണ്ട്. എത്ര കമ്പനീസ് അവിടെ അവൈലബിൾ ആണോ അത് അത്രയും കമ്പനീസ് കിട്ടുന്നു. ഇപ്പോൾ ഇൻ കേസ് ഞാൻ കൊടുത്തൊരു പാത്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന പാത്തിൽ നിന്ന് ഒരു ഫോൾഡർ ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ സി പ്രോഗ്രാം ഫയൽ ടാലി പ്രൈം അതിനുള്ളിൽ ഡാറ്റ എന്നുള്ളൊരു ഫോൾഡറിൽ നിന്ന് തൊട്ട് ബാക്കിലോട്ട് ടാലി പ്രൈം എന്നുള്ള ഒരു ഫോൾഡറിലോട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ബാക്ക് നാവിഗേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നാവിഗേഷൻ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ച് അതിനുള്ളിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോൾഡേഴ്സാണ് കാണിക്കുന്നത്. എനിക്കൊരു വേറെ പുതിയൊരു ഫോൾഡറിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എനിക്കൊരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ ഒന്നും അവൈലബിൾ ആയിട്ടില്ല. വീണ്ടും ഞാൻ അപ്പ് കൊടുക്കുന്നു. അതിനുശേഷം എനിക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാം ചെക്ക് ചെയ്ത് പോകാൻ പറ്റും എവിടെയൊക്കെ അവൈലബിൾ ആണെന്നുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഡാറ്റ പാത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളത് വൺ ടൈം യൂസ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സെലക്ട് കമ്പനി എന്നുള്ള ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ, പാത്ത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാത്ത് എൻ്റർ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പാത്തിലോട്ട് തന്നെ വരും. ഇപ്പോൾ സ്പെസിഫൈ പാത്തിൽ രണ്ടും സെയിം എഫക്റ്റാണ്. സ്പെസിഫൈ പാത്ത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ സ്പെസിഫൈ പാത്ത് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ വരാമെന്നുള്ളത്. രണ്ടാമത്തെ ഒരു മെത്തേഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ സെലക്ട് ഫ്രം ഡ്രൈവ് എന്നുള്ളതാണ്. ഈ ഒരു നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയിട്ട് ഈ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡ്രൈവ്സിൽ നിന്നുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഡ്രൈവ്സിൽ നിന്നും പറയുമ്പോഴത്തേക്കും ACIJO ആണ് എൻ്റെ കയ്യിൽ ബേസിക് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈവ്സ്. ഈ ഇത്രയും ഡ്രൈവ്സിൽ നിന്ന് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡ്രൈവിലോട്ടാണ്, ഇപ്പോൾ സി ഡ്രൈവ് ആണെങ്കിൽ സി ഡ്രൈവിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രോഗ്രാം ഫയൽസിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ടാലി പ്രൈം ഉണ്ട്. ടാലി പ്രൈമിൻ്റെ ഉള്ളിൽ എനിക്ക് ഡാറ്റ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. ആ ഒരു ഫോൾഡറിലോട്ടാണ് ഞാനിപ്പോൾ ഒരു നാവിഗേഷൻ കൊടുത്തത്. അപ്പോൾ ഡ്രൈവിൽ നിന്ന് എൻ്റെ അബ്സല്യൂട്ട് പാത്ത് നാവിഗേഷനാണ് ഇങ്ങോട്ട് വരുന്നത്. രണ്ടാമത് അബ്സല്യൂട്ട് പാത്ത് ഇൻ ദ സെൻസ് ഡാറ്റ വരെയുള്ള പാത്ത് വരെയുള്ള വരുന്നത്. എനിക്ക് അതിനുള്ളിലോട്ട് കയറേണ്ട ആവശ്യമില്ല, അത് ഇവിടെ നിന്ന് സെലക്ഷനിലോട്ടാണ് വരുന്നത്. ഓക്കെ, രണ്ടാമത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഡാറ്റ എന്നുള്ളൊരു ബട്ടൺ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫോൾട്ട് ഡാറ്റ പാത്ത് സെറ്റ് ചെയ്യുന്നത്. അതിനുള്ളിൽ നമുക്കിവിടെ ഡാറ്റ പാത്ത് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഡാറ്റ എന്നുള്ളൊരു ബട്ടൻ്റെ ഷോർട്ട് കട്ട് കീ Alt+Y ആണ്. ഇവിടെ നിന്ന് നമുക്ക് കാണാം ആദ്യത്തെ ഓപ്ഷൻ കമ്പനി ഡാറ്റ പാത്ത് എന്നുള്ളത്. കമ്പനി ഡാറ്റ പാത്തിനുള്ളിൽ കയറിയതിന് ശേഷം നമുക്കിവിടെ നിന്ന് സെലക്ട് ഫ്രം ഡ്രൈവ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഡ്രൈവ് ആ ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ സ്പെസിഫൈ പാത്ത് എന്നുള്ള കൊടുക്കാം. സ്പെസിഫൈ പാത്തിൽ നമ്മൾ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ആ ലൊക്കേഷൻ സ്പെസിഫൈഡ് ആയിട്ടുള്ള ലൊക്കേഷൻ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, എൻ്റെ ലൊക്കേഷൻ ഏതാണെന്നുള്ളത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നിന്ന് ഞാൻ എൻ്റർ അടിക്കുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ലൊക്കേഷൻ അവിടെ സെലക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ ഇവിടെ നിന്നും എൻ്റർ അടിച്ച് സെലക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ അതവിടെ സെറ്റ് ആവുള്ളൂ. ഡിഫോൾട്ടായിട്ട് കമ്പനി ഡാറ്റ പാത്തായിട്ട് സെറ്റ് ആവുള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് അടിച്ച് തിരിച്ചു വരാം. ഇവിടെ ആക്ച്വലി ഇത് തന്നെയായിരിക്കും വരുന്നത്. നമ്മൾ ഇനി തൊട്ട് എപ്പോൾ നമ്മൾ കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അവിടെ നമ്മൾ ഡിഫോൾട്ട് ഡാറ്റ പാത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന കാരണം ഓട്ടോമാറ്റിക്കലി സി പ്രോഗ്രാം ഫയൽസ് ടാലി പ്രൈം ഡാറ്റയ്ക്കുള്ളിൽ തന്നെ ആയിരിക്കും ഇത് വന്ന് നിൽക്കുന്നത്. ഇതേപോലെ നമ്മൾക്ക് ഡാറ്റാസ് എവിടേക്ക് അവൈലബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിനെ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വൺ ടൈമിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ സെലക്ട് കമ്പനിയുടെ ഉള്ളിൽ ആ ഒരു പാത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ആ ഡാറ്റാസ് നമുക്കിവിടെ ടാലിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.